everyone, I am Dia. അപ്പോൾ ഇന്ത്യ വന്നിട്ടുള്ളത് ഒരു വെക്കേഷൻ ടൈം ലൈഫ് ആയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ സ്കൂൾ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ വൃത്തികേട് പേരിനുള്ളിൽ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എൻ്റെ സ്റ്റഡി ഏരിയൊക്കെ മെസ്സായി എടുക്കണം, അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡൈ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ എന്തൊക്കെയാണ് പ്ലാൻ ഇട്ട് വെച്ചാൽ എനിക്ക് ബുള്ളറ്റ് ജേർണൽ ചെയ്യണം. 2025 വരെയാണല്ലോ. ബുള്ളറ്റ് ജേർണൽ ചെയ്യണം, പിന്നെ എൻ്റെ സ്റ്റഡി ഏരിയ ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ അലമാര റൂമൊക്കെ ഭയങ്കര വൃത്തികേടായി എടുക്കുകയാണ്. അതും പിന്നെ വീടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം എന്നൊക്കെയാണ് പ്ലാൻ ഇട്ടിക്കണം. അപ്പോൾ ഇതാ മിഷാലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാണ്, ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം മിഷാലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അടിച്ചു തരുകയാണ്. അപ്പോൾ എൻ്റെ ചൂല് വാങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ അടിച്ചു തരുന്ന പോലെ അഭിനയിക്കുകയാണ്. നിങ്ങൾ കണ്ടറിയാം, അത് നിലത്തൊന്നും തട്ടണില്ല, വെറുതെ അഭിനയിക്കുകയാണ്. ലാസ്റ്റ് കൊണ്ടേക്കുന്ന കച്ചറൊക്കെ ഉണ്ടാക്കി ചൂല് വാങ്ങി ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ചു വാരുകയാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇത് മിഷാലെന്നെ പറയുന്നുണ്ട് എന്തൊക്കെയോ ഉള്ള വീഡിയോസ് എടുത്ത് വെക്കുന്നതെന്ന്. അപ്പോൾ അത് അല്ലിയും മിഷാലും കൂടി കച്ചറയാണ് കഴിഞ്ഞത്. അപ്പോൾ ഇമ്മ അങ്ങനെ ചെടിക്കൊക്കെ നനച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ മിഷാല് പിന്നെ പോയി. അത് കഴിഞ്ഞിട്ട് നഹ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മിഷാല് ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ കഴിച്ചിന്. അപ്പോൾ ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നാണ്. അങ്ങനെ പിന്നെ നഹാനും ഇവിടെ എത്തി. മിഷാല് പോയതിന് ശേഷമാണ് നഹാൻ ഇവിടെ എത്തുന്നത്. പിന്നെ ലീയും മോനും കൂടി ഇങ്ങനെ കളിയായി. ഓൽക്ക് രണ്ടാക്കും പിന്നെ കളിക്കാമല്ലോ രണ്ടാക്കും ഒപ്പം. അപ്പോൾ ഇവലിങ്ങനെ ഫുട്ബോൾ കളിക്കുകയാണ്. ലിയക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെക്കേഷനായ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടേ അറിയില്ല. കാരണം വെച്ചാൽ അത്രയും സന്തോഷമാണ്. വെക്കേഷൻ ആയത് മീൻസ് സ്കൂളില്ലാത്തതുകൊണ്ട് വീട്ടിൽ ചിലപ്പോൾ ബോറടിക്കുമോ എന്നുള്ളൊരിതുണ്ട്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ പരീക്ഷയും പിന്നെ കുറേ ഹോംവർക്കും അങ്ങനെ പഠിക്കാൻ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ലല്ലോ. അപ്പോൾ അത്രയും സന്തോഷമാണ്. അപ്പോൾ അതാ ലീ അങ്ങനെ ഓരോന്നിങ്ങനെ JCB അങ്ങനത്തെ ഓരോ സാധനങ്ങളോട് നഹാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലിയ ഒന്നിട്ട് കൊടുക്കൂല്ലോ, എന്നിട്ടിങ്ങനെ ഓൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ച് നടക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് അതിൻ്റെ തൊണ്ടെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ചെന്ന് പൈസ ഒക്കെ എടുത്തേക്കാൻ തുടങ്ങിയോ. അപ്പോൾ അതാ ഞാൻ 2025 ചാവൽ തുടങ്ങിയല്ലോ. അപ്പോൾ കഴിഞ്ഞ ഈ വർഷം ഒന്നും ഏതായാലും പൈസ എൻ്റെ കയ്യിൽ ഒരു പോക്കറ്റ് മണിയും ഇല്ല. അപ്പം ഞാൻ ഇനിയെങ്കിലും ഒന്ന് നന്നായി വിചാരിച്ച് എൻ്റെ ഈ ഒരു തൊണ്ടിനെന്താ വെച്ചാൽ തൊണ്ട് എനിക്കങ്ങനെ പറയേണ്ടി വരില്ല. ആ സംഭവത്തിന് ഞാൻ ലോക്ക് നമുക്ക് ലോക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലാകെ ഇപ്പോൾ 5 രൂപ 10 രൂപയുടെ ഉള്ളൂ. പിന്നെ പൈസ ഒക്കെ ഇടണം. അപ്പോൾ അതാ ഇനി നമുക്ക് ഏതായാലും എൻ്റെ റൂം ആദ്യം ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളെ ലിസ്റ്റിൽ ആദ്യത്തെ സംഭവമാണ് റൂം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാനെന്താ ജനാല കർട്ടനൊക്കെ പൊന്തിച്ച് റെഡിയാക്കി നല്ല വെളിച്ചമൊക്കെ കടത്തി വിട്ടിട്ടുണ്ട്. എൻ്റെ അലമാരിൻ്റെ ഉള്ളിൽ പറ്റ വൃത്തിക്കേട് പറഞ്ഞാൽ പറ്റ വൃത്തിക്കേടാണ്. ഒന്നാകെ വലിച്ചു വരിയിട്ടൊക്കെയാണ്. അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ അലമാര മൊത്തം വൃത്തിയാക്കണമെന്നില്ലേ. ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രം വൃത്തിയാക്കാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് വെക്കണോടത്ത് ഇപ്പൻ്റെതും ഉണ്ടേനി. അപ്പം അതും കൂടി അതിൻ്റെ ഒപ്പം ഒന്നിങ്ങനെ ഇപ്പൻ്റെ ഒക്കെ ഇല്ല, ഇപ്പൻ്റെ 2-3 ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഞാൻ മതിയാർക്കാക്കി വെക്കുകയാണ്. എനിക്ക് ബുള്ളറ്റ് ജേർണൽ ചെയ്യാനുണ്ട്. പക്ഷേ ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് തീമിലാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ബുക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. കുറേ ആൾക്കാർ എന്നോട് റിക്വസ്റ്റും ചെയ്തതിന് പിന്നെ എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇടാനും. അപ്പം വൈകാതെ വരുന്നതാണ്. ഒരു രണ്ട് ദിവസം കയറിയ നിങ്ങൾ കാത്തുക്കുക ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിന് വരുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ജീൻസ് അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ച് അലമാറിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റുകയാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി ഏരിയ പഴയ കൊലത്തിലാണല്ലോ. പിന്നെ എനിക്കത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുറച്ച് എസ്തെറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്നുണ്ട്. അത് പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് ഇടലുണ്ടാവില്ല. ഇപ്പം ഏതായാലും നന്നാക്കി ഇന്ന് വൃത്തിയാക്കി ഇടുക. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ തോന്നുമ്പം ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിടുക, ഒട്ടിച്ച് വെക്കുക, ഫ്രെയിമും പോസ്റ്ററും അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് ഞാൻ പ്ലാൻ ഇട്ടിന്. അപ്പോൾ ഏതായാലും ഇതാ എൻ്റെ റൂമിൽ ഫുള്ള് ജനാലൊക്കെ തുറന്നിട്ട് നല്ല വെളിച്ചമൊക്കെ കെടുത്തിയിട്ട് അവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്ത് ഞാനും നഹാനും കൂടി ബെഡ്ഷീറ്റൊക്കെ ഇടുകയാണ്. എനിക്ക് ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ എല്ലാ ജനാലയും തുറന്നിടാൻ കഴിയും, നല്ല വെളിച്ചണ്ടാവും. പക്ഷേ എൻ്റെ മറ്റേ റൂമിൽ ഞാൻ ഇവിടെ എല്ലാം കിടക്കൽ, പക്ഷേ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്യൽ. പക്ഷേ ഞാൻ ഇവിടെ എല്ലാം കിടക്കൽ ഞാൻ മറ്റേ റൂമിലാണ്. മറ്റേ റൂമിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ ജനാല തുറന്നിട്ടാൽ വെളിച്ചം വരില്ല. കാരണം വെച്ചാൽ അപ്പുറത്ത് സീറ്റ് ഇട്ടുകൊണ്ട് വെളിച്ചം വരില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ അങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. 3 ജനാല ഉണ്ട്, 3 ഭാഗത്ത് ജനാല ഉണ്ട്. ആ 3 ജനാല തുറന്നിട്ടാൽ നല്ല വെളിച്ചം ഉണ്ടാവും. ഇവിടെയൊക്കെ സ്റ്റഡി ഏരിയ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ അമ്മനോട് ഞാൻ കുറേ ആയി കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. എന്താ അമ്മ മേലത്തെ സ്റ്റഡി ടേബിൾ താഴത്തേക്ക് ആക്കിക്കൂടെ പറയണേ. പിന്നെ അമ്മ മേലെ അമ്മാതിരി
പരത്തിയിടുന്നുണ്ട് ബുക്ക്. അപ്പോൾ താഴെയായാലും എന്തേക്കാരവസ്ഥ ആണെന്നാണ് എൻ്റെ അമ്മ പറയണത്. അമ്മ പറഞ്ഞതിൽ ശരിയുണ്ട്. പക്ഷേ അമ്മ താഴത്താകുമ്പോൾ അങ്ങനെ വൃത്തികേടാക്കി ഇടലുണ്ടാവില്ല. ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റഡി ഏരിയ അത്രയ്ക്കാണ്ട് വൃത്തികേടാക്കില്ല. പിന്നെ എന്താ വെച്ചാൽ എക്സാമൊക്കെ ആയപ്പോൾ പിന്നെ മടി പിടിച്ചുകൊണ്ടാണ് അങ്ങനെ ആയത്. ഒന്നാകെ വൃത്തികേടാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ളൊക്കെ അടിച്ചേരി അങ്ങനെ വന്നിക്കാണ്. അപ്പോൾ ഇതാ എനിക്ക് എണ്ണ ഉണ്ടാക്കാണ്ട്, തലയിലേക്ക് എണ്ണ ഉണ്ടാക്കാൻ എൻ്റെ അമ്മ കാച്ചാനുണ്ട്, എണ്ണ കാച്ചാന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനും നഹാനും കൂടി പോയിട്ട് കുറേ ചെമ്പരത്തി ഇലയും തുളസിയും കറ്റാറോയും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി മറ്റേ അരിപ്പൊരിയോ എന്താ എനിക്ക് പറയുക, പൊരിയരിയോ എന്തോ ആ സാധനം തിന്നതാണ്. ഈ അരി ഉണ്ടാവില്ല, വറുത്തതല്ല, ഒരു പൊരിച്ച ടൈപ്പ് എന്താ സംഭവം, ആ സാധനം തിന്നതാണ്. അപ്പോൾ നഹാൻ വെച്ച് പല്ലൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ തിന്നിട്ട് കുറേ ആയി, ഞാനും സത്യം പറഞ്ഞാൽ തിന്നിട്ട് കുറേ ആയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തിന്നാണ്. പിന്നെ കഴിഞ്ഞതാ ഞങ്ങളെ എണ്ണ ഉണ്ടാക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. നഹാൻ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നഹാൻ അത്ഭുതം, ഇങ്ങനെയൊക്കെ എണ്ണ ഉണ്ടാക്കുമോ? അപ്പോൾ ഓൽക്കും കൂടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓനും ഉണ്ട് നമ്മളൊപ്പം. ഞാനിങ്ങനെ ചെമ്പരത്തി അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ നന്നാക്കി കഴുകി നന്നാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അതൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഒരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് കുറച്ച് നാടൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലോട്ട് ഈ ഒരു അരച്ച് വെച്ച ഈ പേസ്റ്റൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്ന് നല്ല ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഞാനാണിത് പൊതുവെ ഉണ്ടാക്കല്, ഞാനല്ല, എൻ്റെ അമ്മയുണ്ടാവും. ഞാൻ വെറുതെ ഇങ്ങനെ അരയ്ക്കാനും അങ്ങനത്തെ ഓരോ പരിപാടിക്കൊക്കെ എണ്ണ ഉണ്ടാക്കുമ്പോൾ ഞാനാണ് ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ എങ്ങനെയുണ്ട് പരീക്ഷ എന്നൊക്കെ പറയാം. പിന്നെ ഈ വെക്കേഷനിൽ ഞങ്ങൾ ആ പരീക്ഷയെ കുറിച്ച് അങ്ങനെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നില്ല. എനിക്കും അതന്നെ ഉള്ളൂ പറയാൻ. നമ്മളിങ്ങനെ കഴിഞ്ഞ പേപ്പറും പരീക്ഷയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. മാർക്ക് കൂടുതലാണെങ്കിലും സന്തോഷം, മാർക്ക് കുറവാണെങ്കിലും അത് പോട്ടെ, നമുക്ക് അടുത്ത പരീക്ഷയെ നന്നാക്കാം, അങ്ങനെ ഞാൻ പറയണുള്ളൂ. അപ്പോൾ അതാ ഞാൻ പിന്നെ കുളിച്ച് മാറ്റി, ഒരു പുതിയതല്ല, ഞങ്ങൾ പുറത്ത് പോവാണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് സംഭവം എന്താ വെച്ചാൽ എൻ്റെ അമ്മൻ്റെ കൈച്ചേനും പൊട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ. അപ്പോൾ ഞാൻ അത് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ മാറ്റിയപ്പം എനിക്ക് അവിടെ ഒരു സിൽവറിൻ്റെ ബ്രേസ്ലെറ്റ് വാങ്ങി തന്നു എൻ്റെ അമ്മ. ഞാൻ ഇത്ര കാലം ഫാൻസിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് എൻ്റെ കൈമേലിടാറ്. എനിക്കങ്ങനെ സ്വർണ്ണത്തിനോട് താല്പര്യമില്ല. കാരണം വെച്ചാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. സ്കൂളിലായാലും എവിടേക്കെങ്കിലും കളിക്കാൻ പോവുകയാണെങ്കിലും അവിടെ അതൊക്കെ നോക്കണം കേട്ടോ, സ്വർണ്ണമൊക്കെ നോക്കണം കേട്ടോ എന്നുള്ളൊരു ഇതുണ്ടാവും. അവിടേക്ക് അത്ര വലിയ ഇഷ്ടമില്ല. എൻ്റെതൊക്കെ അങ്ങനെ ഞാനങ്ങനെ ഇടലില്ല. അപ്പോൾ വെള്ളി ആയപ്പോൾ അവിടെ കണ്ടപ്പോൾ നല്ല സിമ്പിൾ ബ്രേസ്ലെറ്റ് ആയപ്പോൾ ഉമ്മാറിന് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ കൊണ്ടോട്ടി ബ്യൂട്ടി മാർക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സംഗതി, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ഗോൾഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. ഗോൾഡ് അതുപോലെ റോസ് ഗോൾഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഗോൾഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതും പൊട്ടും, പക്ഷെ എന്നാലും ഗോൾഡൊക്കെ പൊട്ടിപ്പോയാൽ വേദന വേറെ ലെവലായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് ഇട്ടതാണ്. പിന്നെ ആ ഒരു തന്നെ ഇങ്ങനെ. അപ്പോൾ അതാ ലിയ അത് അവിടെ നിൽക്കുന്നുണ്ട്. ലിയ ആ ഒരു സ്വർണത്തിൻ്റെ ഇതിൽ എന്താ പറയുക, ഈ കളറൊക്കെ ഇട്ട് കളിക്കുകയാണ്. അങ്ങനെ അതാ ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേണലാണ് ഈ കാണുന്നത്. ഞാനിത് മീഷോന്നാണ് വാങ്ങിയത്. 200 സംതിങ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ. പക്ഷേ എനിക്ക് പിന്നുള്ളത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നലെ, ഞാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയൻ്റെ കോലം. ഒന്നാകെ മെസ്സാണെന്ന് പറഞ്ഞാൽ ഒന്നാകെ മെസ്സാണ്. പിന്നെ ഞാൻ കുറച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്കൊരു പ്രത്യേക സാഹചര്യം മൂലം അത് നന്നാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് പ്ലാൻ ഇട്ട 2 കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്ന്, എൻ്റെ ബുള്ളറ്റ് ജേർണൽ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു വീഡിയോ ചെയ്യണത്. അടുത്തത് എൻ്റെ സ്റ്റഡി ഏരിയ ക്ലീൻ ചെയ്യണം. കാരണം വെച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞു ഏതായാലും നമ്മളിനി വെറുതെ കുത്തിറക്കല്ലേ, അപ്പോൾ നമുക്ക് തറവാട്ടിൽ വരെ പോവാന്ന്, അവിടെ എല്ലാവരും ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടി സ്പൈഡർമാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ച കുട്ടി മിഷാലിനും നഹാനും അനിയത്തിയാണ് ഇനായ. അപ്പോൾ ഇതാ കുട്ടി സ്പൈഡർമാനൊക്കെ ഉണ്ട്, ഷാജിനാണ്. അപ്പോൾ ഇവർ രണ്ടാളും നല്ല കച്ചറയാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ഇവർ രണ്ടാളെയും കച്ചറ. ഇതാ കണ്ടോളി, തല്ലൊക്കെ ആണ് ഇവിടെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളാണ് ഇവിടുത്തെ. ഞാനാണ് ഇവിടെ മൂത്തത്. എൻ്റെ ഒക്കെ ഒരു ഗതികേട്. എനിക്കൊന്നും വലിയ കസിൻസ് ഇല്ലാത്തതിൻ്റെ സങ്കടമാണ്. കാരണം വെച്ചാൽ എല്ലാവരും കുട്ടികളാണ്. ഓൾക്ക് ഇന്നെ ഭയങ്കര ഇതാണെങ്കിലും പക്ഷേ എനിക്കെന്താ വെച്ചാൽ നമ്മളെ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ കാണുമല്ലോ ഈ കസിൻസ് ഒരേ പ്രായത്തിലുള്ളവർ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഇട്ട് അങ്ങനെ ഓല് ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കസിൻസ് ചെറുതായി പോയി. പിന്നെ ആകെപ്പാടുള്ളത് ഈ മിഷാലും നഹാനൊക്കെ തന്നെയാണ്. ബാക്കിയൊക്കെ ചെറിയതാട്ടോ. അപ്പോൾ ഇത് നമ്മളെ റോക്കിയാണ്. അപ്പോൾ എനിക്കൊരു പ്രത്യേക സാഹചര്യം മൂലം ഇന്നിവിടെ വീഡിയോ ഞാൻ നിർത്തുകയാണ്.